ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ഒരു ഫുഡ് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, പെസഹ അപ്പമാണ്. ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച മുഴുവൻ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചുട്ടെടുത്ത കുരിശപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒരപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിനുള്ള അളവുകൾ മാത്രമേ ഇതിലുള്ളൂ. ഒരു തവി പച്ച അരിപ്പൊടിയാണ്, അത് പുട്ടിൻ്റെ തരിയിൽ പൊടിക്കണം. അതുപോലെ കറിവേപ്പില അരിഞ്ഞത്, ജീരകം, വെളുത്തുള്ളി 2 അല്ലി, ഉഴുന്ന് തൊണ്ടില്ലാത്തത് വറുത്തിട്ട് അതിൽ ഉപ്പുനീര് തെളിച്ചിട്ട് വെക്കുക. അതൊന്ന് കുതിരണം, ഒരു അരമണിക്കൂർ വെക്കണം. അപ്പോൾ അത് കുതിരും. അതിനുശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ച് പൊടിയാക്കി എടുക്കണം. ഇത് ചെറിയുള്ളിയാണ്, ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് വറുത്ത് കോരിയെടുക്കണം. അതുപോലെ തേങ്ങാക്കൊത്താണ്, തേങ്ങാക്കൊത്ത് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ നമുക്കിനി ഈ ഉഴുന്ന് ഒന്ന് കുതിരാനായിട്ട് വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ച് അതിന് നല്ല പൊടിയാക്കി എടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ജീരകവും വെളുത്തുള്ളിയും നന്നായി പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇതിന് ശേഷം ഉഴുന്ന് പൊടിച്ചത്, കറിവേപ്പില, ചെറിയുള്ളി, തേങ്ങാക്കൊത്ത് വറുത്തത് ഇതെല്ലാം കൂടി നമ്മൾ അരിപ്പൊടിയിലിട്ടിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ചപ്പാത്തിനേക്കാൾ കുറച്ചും കൂടി ലൂസായിട്ടുള്ള പരുവത്തിൽ, ദോശയുടെ ലൂസ് വേണ്ട, എന്നിരുന്നാലും ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ അതിനേക്കാളും കുറച്ചൊരു ലൂസ് കുറവിൽ നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൽ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു ചെറിയ റെഡ് കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുക്കാം. ഈ വറുത്ത് കോരി എണ്ണയിൽ തന്നെ നമുക്ക് ചെറിയുള്ളി വറുത്ത് കോരിയെടുക്കാം. അതുപോലെ കറിവേപ്പിലയും വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ തേങ്ങാക്കൊത്ത്, അതുപോലെ ഉള്ളി, കറിവേപ്പില വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഉഴുന്ന് ഉപ്പിൽ തിരുമ്മി വെച്ചതായിരുന്നു, അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഞാനൊരു കാര്യം കൂടി വിട്ടുപോയി. നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയത് ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത പൊടിയിലേക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജീരകവും വെളുത്തുള്ളിയും കൂടി അരച്ചത്, അതേപോലെ തന്നെ വറുത്ത് കോരിയതും ഈ പൊടിച്ചതായിട്ടുള്ള എല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ തേങ്ങയും ഇടുകയാണ്. തേങ്ങയ്ക്ക് ഒരു പിടി തേങ്ങ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഒരപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഒരു പിടി തേങ്ങ ഇതിനെടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഉപ്പ് നമ്മൾ ഉഴുന്നിലിട്ടിരിക്കുന്നത് കൊണ്ട് അതിനനുസരിച്ച് നോക്കിയിട്ട് ഉപ്പ് പോരാത്തത് ചേർത്താൽ മതി. പിന്നെ ചിലരൊക്കെ ഇത്തിരി ചെറിയ മഞ്ഞൾപ്പൊടി ചേർക്കും. ഒത്തിരി ചേർക്കല, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കും. മഞ്ഞൾപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കേണ്ട കാര്യമില്ല. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കുരിശപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഈ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ഉണ്ടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു അളവ്, ആ ഒരു ലൂസ് മതി. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ പരത്തി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഞാൻ കുരിശപ്പം ഉണ്ടാക്കാനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ മൺചട്ടിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്, എണ്ണയില്ലാതെയൊക്കെ. പക്ഷേ ഇപ്പം എല്ലാവരും പാനും അതുപോലെ തന്നെ ഉരുളി ഇങ്ങനെയുള്ളതിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു പാനാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് മാവിനെ വെക്കാം. മാവ് നമ്മൾ അട പരത്തുന്നത് പോലെ പരത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് പരത്താൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് നനവൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ ഒരുപാട് കട്ടി കുറയ്ക്കണ്ട, ഒരുപാട് കട്ടിയും വേണ്ട. ഇടയ്ക്ക് കുറേശ്ശെ ഓരോ സ്പൂണിൽ ഇത്തിരി എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. കുരിശ് വെക്കുവാണെങ്കിൽ നമ്മൾ ഈ പരത്തി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഓല കയറിയിട്ട് കുരിശ് വെക്കും. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വെക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് പെസഹയ്ക്ക് മാത്രമാണ് നമ്മൾ കുരിശ് വെക്കുന്നത്. അപ്പം അതുകൊണ്ട് കുരിശ് വെക്കുന്നില്ല. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കുരിശപ്പം മറച്ചിടാറായിട്ടുണ്ട്. ഇടയ്ക്ക് നമുക്ക് എണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട്. കുരിശപ്പം മറച്ചിട്ടിട്ടുണ്ട്. നമുക്ക് മറച്ചിട്ട ശേഷവും
കുറച്ച് എണ്ണ സൈഡിൽ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ആവശ്യമില്ല, ചെറിയ എണ്ണ മതി. നമ്മൾ ഉള്ളിയെല്ലാം വറുത്ത് കോരി എണ്ണ തന്നെ ഇതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വേറെ എണ്ണയുടെ ആവശ്യം വരുന്നില്ല. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കുരിശപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് നമ്മൾ കുരിശപ്പം എടുത്ത് മാറ്റുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നു, ഇടയ്ക്ക് ചെറുതായിട്ട് എണ്ണയൊന്ന് ഒഴിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ വറുത്ത് കോരി ആ എണ്ണ തന്നെ യൂസ് ചെയ്താൽ മതി. ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നും കൂടി ഞാൻ പറയാം. തേങ്ങാക്കൊത്ത് വറുത്തത്, ചെറിയുള്ളി അരിഞ്ഞ് വറുത്തത്, കറിവേപ്പില അരിഞ്ഞ് വറുത്തത്, ഉഴുന്ന് വറുത്ത് ഉപ്പ് തളിച്ച് അത് വറുത്ത് പൊടിക്കണം. അതേപോലെ തന്നെ വെളുത്തുള്ളിയും ജീരകവും ആവശ്യത്തിന് അരയ്ക്കാനെടുക്കണം, നല്ല പേസ്റ്റ് ആക്കണം. ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ തേങ്ങ ചിരണ്ടിയത് കുറച്ചിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇതെല്ലാം നമ്മൾ നല്ല മിക്സ് ചെയ്തിട്ട് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴയ്ക്കുന്നു. ആ മാവ് നമ്മൾ ഏത് പാത്രമാണ് അടുപ്പിൽ വെക്കുന്നത് അതിൽ കുറച്ച് എണ്ണ ദോശയ്ക്കൊക്കെ തൂക്കുന്നവരെ തൂത്തിട്ട് കൈയും കൊണ്ടാണ് പരത്തി കൊടുക്കുന്നത്. പരത്തി കൊടുത്ത് നമ്മളതിനെ ചെറിയ തീയിലിട്ടിട്ടാണ് മൊരിയിച്ചെടുക്കേണ്ടത്. നമ്മൾ ഫുള്ളാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിയും, പക്ഷെ ഉള്ളിൽ വേവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ കാലത്തൊന്നും ഇനിയുള്ള കാലങ്ങളിലും ആരും കുരിശപ്പൊക്കെ ഒന്നും ഇതുപോലെയൊന്നും ഉണ്ടാക്കാനും ശ്രമിക്കില്ല. എല്ലാവരും റെഡിമെയ്ഡ് മേടിക്കുകയേ ഉണ്ടാവുള്ളൂ. എന്നിരുന്നാലും ഇത് നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് പെസഹ കഴിഞ്ഞ് ബാക്കി വന്നാൽ പോലും നമ്മൾ അതിനെ പൊട്ടിച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ചായക്കൊക്കെ ചുമ്മാ കടിച്ച് തിന്നാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുരിശപ്പം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.